സുമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബെല്ല ഋഷിക്ക് വിളിച്ചതും ഋഷി ഇസബെല്ലയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലാണ് പ്രഭാവതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട്, കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഇസബെല്ല ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഋഷി പറയണേന്ന് ചോദിക്കുമ്പം ആ ജഡ്ജില്ലേ ഹരികൃഷ്ണൻ, അയാൾ ഇവിടെ വന്നിരുന്നു, നാളെ സിദ്ധാർത്ഥൻ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോകാമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം ഇസബെല്ല ചോദിക്കുന്നുണ്ട്, അത് എന്തിനാന്ന് ചോദിക്കുമ്പം വേറൊന്നിനുമല്ല, അരുന്ധതിയുടെ മകൻ ഋഷിയെ കൊന്ന കുറ്റത്തിന് നന്ദൻ കോടതിയിലും സ്റ്റേഷനിലൊക്കെ ഹാജരാവാൻ പോവുക, അതോടുകൂടി എല്ലാവരും കുടുങ്ങുമെന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട്, ഇത് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ആ ജഡ്ജി ഇന്നിവിടെ വന്നിരുന്നു, അമ്മയോട് അയാൾ പറഞ്ഞതാ, എന്തായാലും ഇനി കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും, നീ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല ഋഷി, ഞാനൊന്നും അറിഞ്ഞില്ല, എന്നാൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണം, നീ ആയിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ നീ ആയിട്ട് തന്നെ പരിഹരിക്കണം, ചന്ദ്രോത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അറിവോടെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചന്ദ്രോത്ത് പല കാര്യങ്ങളും നിങ്ങളറിയാതെ നടക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, എന്തായാലും ഞാനിതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, നമ്മൾ തോക്കില്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അതിന് ഞാൻ വേണ്ടതൊക്കെ ചെയ്തോളാം, നീ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് ഇസബെല്ല ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് അരുന്ധതിയാണ് ഋഷിയോട് ചോദിക്കുന്നുണ്ട്, ഇസബെല്ല എന്താ പറയണേ, നിങ്ങളിത് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ, എന്തായാലും അവസാനം നിനക്ക് കൂട്ടിന് ഇസബെല്ലയും കെവിനൊന്നും ഉണ്ടാവില്ല, അവരവരുടെ കാര്യം നോക്കി പോവും, കുടുങ്ങാൻ പോണത് നീയായിരിക്കും, എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാവരെയും അറിയിക്കണം, ഇല്ലെങ്കിൽ അത് നിനക്ക് പ്രശ്നമാവും ഋഷി എന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, ഇല്ല ഒരു പ്രശ്നമില്ല, ഇസബെല്ല കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളും, ഇസബെല്ല ഇന്ന് തന്നെ ചന്ദ്രോത്ത് ചെന്ന് നന്ദനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉറപ്പിച്ചോളും, ഒരിക്കലും നന്ദൻ പോലീസിൽ കീഴടങ്ങാൻ പോവില്ല എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഇസബെല്ല പോയി അവിടെ നന്ദനെ കാണാൻ ചെന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകും, ഇപ്പം തന്നെ ഞാൻ പോയിട്ടാണ് ഇത്രയും പ്രശ്നം രൂക്ഷമായത്, അതുകൊണ്ട് അതൊന്നും വേണ്ട ഋഷി, നമുക്ക് സത്യങ്ങൾ തുറന്നു പറയാമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജയിലിൽ പോകേണ്ട വന്നാലും ഇതിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറില്ല, ഇനിയിപ്പോൾ ജയിലിൽ കിടക്കേണ്ട വന്നാലും ഞാൻ സന്തോഷത്തോടു കൂടി കിടക്കും, അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആ പ്രഭാവതിയെ കൊല്ലൂന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലയാണെങ്കിൽ നേരെ ചന്ദ്രോത്തേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പം ഇസബെല്ലേനെ കണ്ടിട്ട് സിദ്ധാർത്ഥൻ വരുന്നുണ്ട്. ആ സിദ്ധാർത്ഥനെങ്കിൽ നന്ദൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ രൂക്ഷമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കണം. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, അങ്കിളിന് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ഇസബെല്ല. ഏത് ഇസബെല്ല, നിങ്ങൾ എന്തിനാ ഇപ്പോൾ നന്ദനെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് നന്ദനോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നന്ദനോട് അങ്ങനെ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, അത് സംസാരിക്കാൻ ഞങ്ങളുണ്ടെന്ന്. അന്നേരം ഇസബെല്ല ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ അങ്കിളെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നന്ദൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നതിന് ശേഷം നന്ദൻ്റെ ജീവിതം ആകെ നശിച്ചു പോയത്, നന്ദനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കുക, അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്ദനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന്. അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നന്ദനെ ഇനി ഏതെങ്കിലും കൊലക്കേസിൽ പെടുത്താൻ വേണ്ടി വന്നേക്കണയാണോ, അതോ ഇനി നന്ദൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങുമെന്നുള്ള പേടി കൊണ്ടാണോ എന്ന്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, അങ്കിൾ നന്ദനെ വിളിക്കുക, ഇല്ലെങ്കിൽ ഞാൻ നന്ദനെ അങ്ങോട്ട് പോയി കണ്ടോളാം എന്ന് പറയുമ്പം പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതിയെ കണ്ടതും ഇസബെല്ലയാണെങ്കിൽ ആൻറ്റി ഈ അങ്കിളെന്നെ നന്ദനെ കാണാൻ സമ്മതിക്കണില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടി, ഇനി നീ നന്ദനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും, ഒരു പെണ്ണായതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇത്രയെങ്കിലും ബഹുമാനം കാണിക്കണേന്ന് പറയുമ്പം അല്ലെങ്കിൽ അങ്കിളെന്നെ തല്ലുമെന്ന് ചോദിക്കുമ്പം തല്ലുമല്ല, നിൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറയണു. സമയത്ത് ഇസബെല്ല വീണ്ടും പ്രഭാവതിയോട് പറയുന്നുണ്ട്, ആൻറ്റി ഞാനൊന്ന് നന്ദനെ കാണട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ആകെ സമനില തെറ്റി നിൽക്കാം ഞങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുമായിട്ട് വരില്ല ഇസബെല്ല. ഇസബെല്ല തൽക്കാലം ഇവിടുന്ന് പോകുമെന്ന് പറയുമ്പം ഇല്ല ആൻറ്റി, എനിക്ക് നന്ദനോട് സംസാരിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പം ഇപ്പോൾ തൽക്കാലം ഇസബെല്ല സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു ഉറപ്പ് തരാം, ഇസബെല്ലയ്ക്കോ കെവിനോ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യമാണ്. ആ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ ഇസബെല്ലയോട് പറയുന്നുണ്ട്, നിന്നോടല്ലേ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ്, ഇറങ്ങി പോടി മിണ്ടാതെന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞതും ഇസബെല്ല ദേഷ്യത്തോടുകൂടി തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയും ഭാർഗവീനെയും ഗൗരീനെയാണ്. മുരളിയാണെങ്കിൽ ഭാർഗവിയോട് പറയുന്നുണ്ട്, ചന്ദ്രോത്ത് ആകെ പ്രശ്നങ്ങളാണ്, ഇന്നവിടെ ഇസബെല്ല വന്നിട്ടുണ്ടായിരുന്നു, അതെന്തിനാ അവളിപ്പോൾ ചന്ദ്രോത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പം നന്ദനെ കാണണമെന്നും പറഞ്ഞാൽ വന്നേ, എന്നിട്ട് നന്ദനെ കണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ല, പ്രഭയാൻ്റെയും സിദ്ധാർത്ഥനങ്ങളും നന്ദനെ കാണാൻ സമ്മതിച്ചില്ല, പ്രഭയാൻ്റെയും സിദ്ധാർത്ഥനങ്ങളും കൂടി അവളെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, എന്നാലും അവളുടെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്, നന്ദൻ്റെ അന്വേഷിച്ച് വീട്ടിലോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടായല്ലോ.
ആ സമയത്ത് ഗൗരി ചോദിക്കുന്നുണ്ട്, ഈ ഈസബലിനെയും നന്ദനും തമ്മിൽ ശരിക്കും എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പം അവർ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. കുറേ കാലമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവർ വന്നതിന് ശേഷം നന്ദൻ്റെ സ്വഭാവം മാറിയതും ചന്ദ്രോത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതും ഇനിയിപ്പോൾ ഈ ഋഷിയുടെ മരണത്തിൽ അവർക്കും പങ്കുണ്ട് മുരളിയേട്ടാന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല. പക്ഷേ എല്ലാവർക്കും ഇസബല്ലേനെയും കെവിനെയും സംശയമുണ്ട്. പ്രഭയാൻ്റെയും അതുപോലെ നന്ദനും അവരുടെ കാര്യമൊന്നും വിട്ടു പറയണില്ല. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, ഇനി എന്താ തീരുമാനം എന്ന് ചോദിക്കുമ്പം നാളെ തന്നെ നന്ദന സ്റ്റേഷനിൽ ഹാജരാകാൻ സിദ്ധാർത്ഥനങ്ങളും ഹരിസാറും കൂടി തീരുമാനിച്ചേക്കണം. അപ്പോൾ പിന്നെ പ്രശ്നമാവില്ല എന്ന് ചോദിക്കുമ്പം സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകും. കോടതി എന്തായാലും റിമാൻഡ് ചെയ്യും. പിന്നെ കേസ് അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് ശിക്ഷ വിധിക്കുകയുള്ളൂ. അപ്പോൾ നന്ദൻ ജയിലിൽ പോകേണ്ട വരുമെന്ന് ചോദിക്കുമ്പം പിന്നെ ജയിലിൽ പോകാതെ ഒരാളെ കൊന്ന കേസല്ലേ, നിസ്സാര കേസൊന്നും അല്ല എന്ന് പറയുമ്പം ഭാർഗവി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ പ്രഭക്കുഞ്ഞ് ഇതെങ്ങനെ സഹിക്കും? നന്ദമോൻ ജയിലിൽ കിടക്കുന്നത് പ്രഭക്കുഞ്ഞിന് സഹിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല ചന്ദ്രോത്തുള്ളവരുടെയൊക്കെ അഭിമാനം എവിടെ നിൽക്കുന്നു? ആ സമയം മുരളി പറയുന്നുണ്ട്, എന്തായാലും സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വരുന്നത് നേരിടുക തന്നെയെന്ന് പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, ദേവികയുടെ കാര്യമോ കഷ്ടം. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഇന്നെന്തായാലും ഇസബെല്ല വന്നപ്പം അവളെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കി. ഇതുപോലെ അന്ന് അരുന്ധതി ഒന്ന് വഴക്കുണ്ടാക്കിയപ്പോഴും അരുന്ധതി അവിടെ നിന്ന് ഇറക്കി വിടണമായിരുന്നു എന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, അതെങ്ങനെയാമ്മേ, അവരുടെ മകൻ മരിച്ചതിൻ്റെ ദേഷ്യമല്ലേ അവർക്ക്, അതുകൊണ്ട് പ്രഭയാൻ്റിക്കും ദേവികയ്ക്കും ഒന്നും പറയാൻ പറ്റിയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയും കുരുവിളേനെയാണ്. ഇസബല്ലയാണെങ്കിൽ കെവിനോടും കുരുവിളയോടും ചന്ദ്രോത്ത് പോയപ്പം അവർ നന്ദനെ കാണാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നു. ആ സമയം കുരുവിള പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ നീ ചന്ദ്രോത്തേക്ക് പോകണ്ട, അത് കൂടുതൽ പ്രശ്നമാവുമെന്ന്. അപ്പം നീ അനുസരിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ വേറൊരു വഴിയില്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറി നിൽക്കണം, നീ എത്രയും പെട്ടെന്ന് US തിരിച്ചു പോയിക്കോ, കെവിനും എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവുമെന്ന് പറയുമ്പം ഇസബല്ല പറയുന്നത്, സിദ്ധാർത്ഥനങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചു, പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രഭയാൻ്റെയും സിദ്ധാർത്ഥനങ്ങളിനെ സപ്പോർട്ട് ചെയ്താൽ നിന്ന്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. പാപ്പൻ പറഞ്ഞതുപോലെ ചന്ദ്രോത്ത് എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട്, അത് നിങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിക്കുമ്പം ഇനി അത് മനസ്സിലാക്കാനൊന്നുമില്ല, എന്തായാലും നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ എന്തായാലും കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് നേരെ റിമാൻഡ് ചെയ്യും. പിന്നീട് കേസിൻ്റെ അന്വേഷണവും തെളിവെടുപ്പൊക്കെ നടക്കും. ആ സമയത്ത് എന്തായാലും നിങ്ങളെല്ലാവരും പെടും. അതിനു മുമ്പ് ബെല്ല ഞാൻ പറയണത് കേൾക്ക്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുമെന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, ഇല്ല പാപ്പ, ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ഇങ്ങോട്ട് വന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കെവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതും നന്ദനുമായിട്ടുള്ള പഴയ ചങ്ങാത്തം പുതുക്കി ചന്ദ്രോത്ത് കയറി പറ്റിയതും അതിനുശേഷം ഞാനിങ്ങോട്ട് വന്നത് പലതും പ്ലാൻ ചെയ്തിട്ട് എനിക്ക് ഏത് വിധേനയും നന്ദനെ സ്വന്തമാക്കണം. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, ഇപ്പം എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും വരുന്നത്, കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അങ്ങനെ ആയാൽ നമുക്കെല്ലാം അത് പ്രശ്നമാകും, അതുകൊണ്ടാണ് ഞാൻ പറയണേ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുമെന്ന് പറയുമ്പം ഇസബല്ല വാശിയോടുകൂടി പറയുന്നുണ്ട്, പാപ്പൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, നീ എന്താ തീരുമാനിച്ചേക്കണേ? ആ സമയത്ത് ഇസബല്ല ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, എന്തായാലും നന്ദന സ്റ്റേഷനിൽ ഹാജരാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇപ്പം എനിക്ക് പാപ്പൻ്റെ സഹായമൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും ആവശ്യം വന്ന് വിളിക്കുമ്പോൾ പാപ്പൻ എന്നെ സഹായിച്ചാൽ മതിയെന്ന്. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവണില്ലെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, വരുന്ന ഭവിഷ്യത്തും നീ അനുഭവിച്ചു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞതും കെവിനാണെങ്കിൽ ഇസബല്ലയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇസബല്ല, സാറ് പറഞ്ഞത് നേരെ, നമുക്ക് ഇവിടെ നിന്ന് മാറി നിന്നാലോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ ഇവിടുന്ന് പോയിക്കോ, എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയും ദേവികേനെയാണ്. ശാരികയാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി നാളെയല്ലേ നന്ദേട്ടനെ സ്റ്റേഷനിൽ ഹാജരാക്കണേന്ന് ചോദിക്കുമ്പം അതേ ശാരി, എന്നാലും നന്ദേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ, നന്ദു തന്നെ അത് ചെയ്തെന്ന് സമ്മതിക്കുന്നുണ്ട്, ഋഷി കൊല്ലപ്പെട്ടു, ഇനിയിപ്പോൾ ഇതിൽ ഇസബല്ലയ്ക്കും കെവിനും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, എന്തായാലും നന്ദു അതൊന്നും തുറന്നു പറയണില്ല, പിന്നെ അമ്മയ്ക്കും എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു, ഇന്ന് ചന്ദ്രോത്ത് ഇസബല്ല വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നന്ദേട്ടനെ കണ്ടോന്ന് ചോദിക്കുമ്പം ഇല്ല, അച്ഛനും അമ്മയും കൂടി നന്ദുവിനെ കാണാൻ സമ്മതിച്ചില്ല, അവളെ ചീത്ത പറഞ്ഞ് അച്ഛനവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, അടിച്ചവളുടെ പല്ലു ഒഴിക്കണമായിരുന്നു എന്ന്. പിന്നീട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ കോടതിയിലേക്ക് വിടൂലെന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല ശാരി, എന്നാലും എനിക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റണില്ല ചേച്ചി, നന്ദേട്ടൻ ഒരു കൊലപാതകം ചെയ്തു നിന്ന്. ഈ സമയത്ത് നമ്മളുടെ മാധവനാണെങ്കിൽ ജനലൊക്കെ നിന്നതെല്ലാം കേൾക്കുന്നുണ്ട്. മാധവൻ അവിടെ നിന്നതൊന്നും ശാരികയോ ദേവികയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാധവൻ അത് കേട്ടത് മോളെ മോളെ എന്താ പറഞ്ഞ് നന്ദൻ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ
ഇവർ രണ്ടുപേരും ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കുമ്പോഴാണ് മാധവൻ അവിടെ നിൽക്കണ കാണുന്നത്. എന്തായാലും ചേച്ചി ഇനി ഇതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നാളെ നന്ദേട്ടനെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഇത് പത്രത്തിലും ടി വിയിലൊക്കെ വരും. അപ്പോൾ പിന്നെ എന്തായാലും അച്ഛനറിയും. അതുകൊണ്ട് അച്ഛനോട് സത്യങ്ങൾ പറയാമെന്നും പറഞ്ഞ് ശാരികയും ദേവികയും കൂടി മാധവനോട് വന്നിട്ട് പറയുന്നുണ്ട്, അതച്ഛാ നന്ദു ഒരു കൊലപാതകം ചെയ്തു. ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട്, നന്ദമോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പം ഞങ്ങളും വിശ്വസിച്ചൊന്നുമില്ല, പക്ഷെ നന്ദു തന്നെയാണ് പറഞ്ഞത് നന്ദു ആ ഋഷിയെ കൊന്നൂന്ന്. ഏത് ഋഷി? അരുന്ധതി മേഡത്തിൻ്റെ മകനില്ലേ അച്ഛാ ഋഷി, അവനെ കൊന്നൂന്ന്. അത് കേട്ടിട്ട് മാധവനെ അങ്ങ് വിശ്വസിക്കണമെന്നില്ല. മാധവൻ പറയുന്നുണ്ട്, ഇല്ല നന്ദമോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നന്ദമോൻ അങ്ങനെ ഒരാളെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം ഒന്നും അല്ല അച്ഛാ, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, എന്നിട്ട് നന്ദമോനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവുകയാണെന്ന് ചോദിക്കുമ്പം അച്ഛനും അരിയങ്ങളും ചേർന്ന് അങ്ങനെയാണ് തീരുമാനിച്ചേക്കണേ. അങ്ങനെയായാൽ നന്ദമോനെ ശിക്ഷിക്കൂലേ? എന്തായാലും നന്ദമോനെ ശിക്ഷിക്കാൻ പാടില്ല മോളെ, നന്ദമോനോട് ഏതെങ്കിലും നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോയിക്കോളാൻ പറയാമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല അച്ഛാ, നിയമത്തെ മറികടക്കാനൊന്നും പറ്റില്ല. നന്ദു ചെറിയ കുറ്റമൊന്നും അല്ല ചെയ്തേക്കണേ, ഒരാളെ കൊല്ലുകയോ ചെയ്ത് അത് നിസ്സാര കാര്യമൊന്നുമല്ല, അതിൽ നിന്ന് നന്ദുവിനെ രക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പം ഇനി എന്ത് ചെയ്യും മോളേന്നും പറഞ്ഞ് മാധവനാണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് രാധിക അങ്ങോട്ട് വരുന്നുണ്ട്. രാധിക വന്നതും എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ശാരിക രാധികയോട് പറയുന്നുണ്ട്, അമ്മ ഒരു പ്രശ്നമുണ്ട്, നന്ദേട്ടനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോകുമെന്ന് പറയുമ്പം അതെന്തിനാന്ന് ചോദിക്കണം. അന്നേരം അന്ന് അരുന്ധതി മേഡത്തിൻ്റെ മകൻ ഋഷിയെ കാണാണ്ടായില്ലേ, അതിൻ്റെ പേരിൽ കുറേ അന്വേഷണമൊക്കെ നടന്നില്ലേ, ശരിക്കും ഋഷിയെ കാണാതായതല്ല, നന്ദേട്ടൻ ഋഷിയെ കൊന്നതാണ്. അത് കേട്ടതും ഈ രാധികയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യമാണ് ഇതെന്ന് ചോദിക്കുമ്പം അതേ സത്യം തന്നെ. അത് കേട്ടതും രാധിക പറയുന്നുണ്ട്, ആ കെവിനും ഇസബല്ലയൊക്കെ ആയിട്ട് കൂട്ട് തുടങ്ങി പിന്നെ നന്ദന് ഇങ്ങനത്തെ ഇതൊക്കെ ആയത്, എന്തായാലും ഇനി ആ കെവിനായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഇടാൻ പറയണമെന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, അതെങ്ങനെയാണ് അമ്മ, കെവിൻ ചേട്ടൻ്റെ കമ്പനിയിലല്ലേ നന്ദേട്ടൻ ഇപ്പോഴും ജോലി ചെയ്യണം, അതുകൊണ്ട് അങ്ങനെ കൂട്ടുകെട്ട് വിടണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഈ കെവിനെയും ഇസബല്ലയെയും ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്, ഇനിയിപ്പോൾ ഈ കൊലപാതകത്തിൽ കെവിന് പങ്കുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും നന്ദനും അമ്മയും എല്ലാം മറച്ചു വെക്കണതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും വ്യക്തമായിട്ടില്ല എന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട്, മോൾ എന്തായാലും വിഷമിക്കരുത്, എല്ലാം വിധിയാന്ന് കരുതണം, മോളിനി ഇതും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമൊന്നും വേണ്ട, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. അങ്ങനെ ദേവികയാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.